പേരാമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. കൊടകര പെരിങ്ങാകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിന് സമീപത്തുള്ള പുഴയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി രാമനാഥനാണ് മരിച്ചത്. അപകടം ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം കുളിക്കാനിറങ്ങിയപ്പോൾ. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ വാടാമുറി വനത്തിൽ കണ്ടെത്തി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടിവെച്ച് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റിയിരുന്നു. മാമാങ്കത്തിനൊരുങ്ങി മച്ചാട്. കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 18-നാണ് മച്ചാട് മാമാങ്കം. കുറ്റിയങ്കാവ് ക്ഷേത്രത്തിലെ വേലമഹോത്സവം ആവേശമായി. കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് 7 ലക്ഷത്തോളം രൂപ കവർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. തൃശൂരിലെ AS ട്രേഡേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പേരാമംഗലം സ്വദേശി കടവിൽ ജോർജിന്റെ വാഹനത്തിൽ നിന്നാണ് പണം കവർന്നത്. രാത്രി കടയടച്ചതിനു ശേഷം വീട്ടിലേക്ക് വരുന്നതിനിടെ 9:30 പേരാമംഗലം പള്ളിയിൽ പോയി തിരികെ വന്നപ്പോഴാണ് കാറിന്റെ ചില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. AS ട്രേഡേഴ്സ് സ്ഥാപനം ഉടമ സ്ഥലത്തില്ലാത്തതിനെ തുടർന്നാണ് ജീവനക്കാരനായ ജോർജ് കളക്ഷൻ പണം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാറിന്റെ ഇടതുവശത്തെ ചില്ല് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നിട്ടുള്ളത്. പേരാമംഗലം പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. കൊടകര പെരിങ്ങാകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവൻ ആഭരണങ്ങൾ കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരിങ്ങാകുളം കൈപ്പള്ളി രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി കവർച്ച നടന്നത്. കിടപ്പുമുറിയുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീട്ടുടമ സ്ഥലത്തുണ്ടായിരുന്നില്ല. കവർച്ച നടന്നതറിഞ്ഞ് വീട്ടുടമ നാട്ടിലെത്തിയിട്ടുണ്ട്. പരിസരത്തെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിന് സമീപത്തുള്ള പുഴയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശിയായ 53 വയസ്സുള്ള K രാമനാഥനാണ് മരിച്ചത്. ബന്ധുവിന്റെ ശവസംസ്കാര ചടങ്ങിന് ശേഷം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. കൂടെയുള്ളവർക്കൊപ്പമായിരുന്നു പുഴയിലിറങ്ങിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ആലത്തൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പഴയന്നൂർ SI പൌലോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മസ്തകത്തിൽ മുറിവിന് ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാനയെ അതിരപ്പള്ളി വാടാമുറി വനത്തിൽ കണ്ടെത്തി. തീറ്റയെടുക്കലും വെള്ളം കുടിക്കലുമെല്ലാം ആന കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് നിരീക്ഷണ സംഘം അറിയിച്ചു. അതേസമയം ആനയെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ പ്രദേശത്തു നിന്നും മയക്കുവെടിവെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റുവാനാണ് വനപാലകരുടെ ശ്രമം. 2 വർഷം മുൻപ് അരിക്കൊമ്പന് വേണ്ടി നിർമ്മിച്ച ആനക്കൂട്ടിലേക്ക് മാറ്റുവാനാണ് നീക്കം നടക്കുന്നത്. ഇതിനായി ആനക്കൂടിന്റെ പരിശോധന അടുത്ത ദിവസം നടക്കും. വൈൽഡ് വെറ്ററിനറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയുടെ നിർദ്ദേശപ്രകാരമാണ് കൂട് പരിശോധിക്കുന്നത്. ആനക്കൂടിന് ബലക്ഷയക്കുറവ് ഉണ്ടെങ്കിലും യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ആനക്കൂട് നിർമ്മിക്കേണ്ടി വരും. ആനക്കൂടിന്റെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും ആനയെ പിടികൂടുക. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ മാമാങ്കം കൂറയിടൽ ചടങ്ങ് നടന്നു. 18-കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണ് എന്നാണ് ഐതിഹ്യം. ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് പുന്നമ്പറമ്പ് തട്ടകമാണ്. തട്ടകത്ത് നിന്നും മുറിച്ചെടുത്ത പച്ചമുള ആർപ്പുവിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ കൂറയിടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മുളകീറി അലകുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു. ശങ്കരനാരായണൻ, മകൻ പ്രവീൺ, രാജീവ് എന്നിവരാണ് ദേശത്തെ തച്ചന്മാർ. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് അശ്വിനി കണ്ണൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ നന്ദകുമാർ, ജനറൽ കൺവീനർ MS ജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 18-ാം തീയതിയാണ് മച്ചാട് മാമാങ്കം. കൊയ്തൊഴിഞ്ഞ പാടത്ത് പൂരാവേശം നിറച്ച് കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം ആഘോഷിച്ചു. കരിവീരന്മാരും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ആവേശമായി മാറി. തുടർന്ന് മിണാലൂർ, അമ്പലപുരം, തിരുത്തിപ്പറമ്പ് എന്നീ ദേശങ്ങളുടെ പൂരമെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന മിണാലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് കൊമ്പൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റി. ചോറ്റാനിക്കര നന്ദപ്പൻ മാരാർ നയിച്ച പഞ്ചവാദ്യം
എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. 7 ആനകളുടെ അകമ്പടിയോടെ നടന്ന തിരുത്തിപ്പറമ്പ് ദേശത്തിന്റെ എഴുന്നള്ളിപ്പിൽ പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റി, കോങ്ങാട് മധു നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ചൊവ്വലൂർ മോഹനവാര്യർ നയിച്ച മേളം അകമ്പടിയായി. ഉത്രാളികാവ് പൂര ദിവസമായി 25-ാം തീയതി സ്കൂളുകളിൽ നടത്താനിരിക്കുന്ന പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി. ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിനാൽ വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കൌൺസിലർമാർ പറയുന്നു. ഉത്രാളിക്കാവ് പൂര ദിവസം വടക്കാഞ്ചേരി നഗരസഭയിൽ സർക്കാർ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാറുള്ളതാണെന്നും പരീക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ മന്ത്രിക്ക് അയച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വർഷത്തെ പരീക്ഷ സ്കൂളുകളിലെ പരീക്ഷാ കലണ്ടർ ഇറങ്ങിയപ്പോൾ ഫെബ്രുവരി 25-ന് പരീക്ഷ വെച്ചിരിക്കുക. അപ്പോൾ ഏകദേശം 10-25 സ്കൂളുകൾ ഉൾപ്പെടുന്ന ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ പൊതു അവധി ദിവസം തന്നെ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല, ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ വരുന്ന അധ്യാപകർ, അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ, കുട്ടികൾ, ഇവർക്കൊക്കെ അന്ന് ഇവിടെ വലിയ യാത്രാ തടസ്സം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഗൗരീശങ്കർ ജംഗ്ഷന് സമീപത്തുള്ള താമസക്കാരും വ്യാപാരികളുമാണ് റോഡ് നിർമ്മാണം തടഞ്ഞത്. സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കാതെ മെയിൻ റോഡ് മാത്രം നിർമ്മിക്കുന്ന കരാർ കമ്പനിയുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. 2 വർഷമായി തുടരുന്ന ദേശീയപാത നിർമ്മാണം പ്രദേശത്തെ താമസക്കാരെ ശ്വാസകോശ രോഗികളാക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിച്ചു. ബൈപ്പാസിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഈ ഗൗരീശങ്കർ സിഗ്നൽ മുതൽ ചന്തപ്പുര വരെയുള്ള പണി ഈ കാണട പണി തുടങ്ങിയിട്ട് ശരിക്കും ഏകദേശം 2 വർഷത്തോളമായി. 2 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ എത്ര ആൾക്കാർ ഇവിടെ ശ്വാസം മുട്ട് രോഗികളായിട്ടുണ്ടെന്ന് അറിയില്ല. അതുപോലെ ഒരു കണക്കില്ലാത്ത അത്രയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പോയിട്ടുണ്ട്. ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ പണി മാത്രം നടത്തിയിട്ട് സർവീസ് റോഡിൻ്റെ പണി നടത്തി തരുന്നില്ല. ഞങ്ങളിവിടെ സമരം ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ വായടക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ റോഡ് പൊടിയും പടലും പിടിച്ചു കൊടുത്ത കച്ചവടക്കാർ ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങിയിട്ട് മെയിൻ റോഡിൽ നടക്കുന്ന പണി തടഞ്ഞിട്ട് ഞങ്ങളുടെ പണി നടത്തി തരാമെന്നവരോട് ആവശ്യപ്പെട്ട്. അപ്പോൾ ഈ ശനിയാഴ്ചക്കകം സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ഈ പടാകുളം സിഗ്നൽ വരെ. പക്ഷെ ഞങ്ങളുടെ ആവശ്യം അതല്ല, ഈ റോഡിൽ കൂടെ ഗതാഗതം വരണം ചന്തപ്പുര വരെ. കാരണം ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് ഈ പെട്രോൾ പമ്പ് വേണ്ട, നിങ്ങൾ വെറും 2 വീലർ മാത്രമേ പെട്രോൾ അടിക്കാൻ വരുന്നുള്ളൂ. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ചയ്ക്കകം സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകി. സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് നിർമ്മാണം വീണ്ടും തടയുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി പുഴങ്കരയിലെ ആസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള സജനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ പ്രസവം നടന്ന ഉടൻ സജന ബോധരഹിതയാവുകയായിരുന്നു. ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്നോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന രോഗാവസ്ഥയാണ് സജനയ്ക്ക് ഉണ്ടായതെന്നും പ്രസവ സമയത്ത് അപൂർവമായി മാത്രം ഉണ്ടാകുന്ന രോഗമാണിതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു.
അന്തിക്കാട് പരപ്പൻചാൽ കോൾപടവിൽ ചണ്ടി വന്നടിച്ചതുമൂലം കൃഷി നശിച്ച സംഭവത്തിൽ കൃഷിവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ആവശ്യപ്പെട്ടു. കൃഷിനാശമുണ്ടായ പാടം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത കനത്ത മഴയിൽ പല മേഖലകളിൽ നിന്നും മറ്റും ഒഴുക്കിൽ വന്നടിഞ്ഞ ചണ്ടിയാണ് കർഷകർക്ക് വിനയായത്. 30 ഏക്കർ നെൽപ്പാടമാണ് പടവിലുള്ളത്. ഭൂരിഭാഗം നെൽച്ചെടികളും ചണ്ടി വന്നടിഞ്ഞതുമൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ബന്ധപ്പെട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കൃഷിനാശം വിലയിരുത്തി സർക്കാരിന് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നും കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. പരപ്പൻചാൽ കോൾപടവിന് സബ്മേഴ്സിബിൾ പമ്പ് വേണമെന്ന ആവശ്യം പരിഗണിച്ചതായും ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ VN സുർജിത്ത് അറിയിച്ചു. CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ, കർഷക സംഘം നേതാക്കളായ VK പ്രദീപ്, TG ദിലീപ് കുമാർ, കൃഷ്ണൻകുട്ടി മാണിക്കത്ത്, കർഷകൻ പുഷ്കരൻ ചക്കാണ്ടൻ എന്നിവരുമുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം വീണ്ടും നടത്തുന്നതിന് പോലീസ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. റൂറൽ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 16, 17 തീയതികളിൽ കലോത്സവത്തിലെ അവശേഷിക്കുന്ന 18 ഇനങ്ങൾ പകൽ മാത്രം നടത്തുന്നതിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കോടതി ഉത്തരവായതും മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുള്ളതും. മാള ഹോളിഗ്രേസിൽ കലോത്സവം വീണ്ടും നടത്തുന്നത് പോലീസ് നിയന്ത്രണത്തിലായിരിക്കും. കലോത്സവ സ്ഥലത്ത് പ്രവേശിക്കുന്നതും പുറത്തുപോകലും പോലീസ് നിയന്ത്രിക്കുന്ന വഴിയിലൂടെയായിരിക്കും. പ്രവേശനം നിയന്ത്രിക്കും. പങ്കെടുക്കുന്നവരുടെ രക്ഷിതാക്കൾക്കും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അധ്യാപകർ എന്നിവർക്ക് തിരിച്ചറിയൽ കാർഡ് അധികൃതർ നൽകണം. സംയുക്ത ആഭ്യന്തര കമ്മിറ്റി രൂപീകരിക്കണം. എല്ലാ സ്റ്റേജുകളിലും വഴികളിലും പ്രധാന ഭാഗങ്ങളിലും സംഘാടകർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണം. കലാപരിപാടികൾ രാവിലെ 9 തുടങ്ങി വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്ന വിധത്തിൽ സംഘാടകർ ക്രമീകരിക്കണം. അഗ്നിരക്ഷാസേനയും ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘവും സ്ഥലത്തുണ്ടായിരിക്കണം. പരിപാടിയുടെ മുഴുവൻ സമയവും അപ്പീൽ കമ്മിറ്റി അംഗങ്ങൾ സ്ഥലത്തുണ്ടാകണം. അനധികൃത കടകളും വഴിയോര കച്ചവടങ്ങളും കോളേജ് ക്യാമ്പസിലും പരിസരത്തും അനുവദിക്കില്ല. പരിപാടിയുടെ ഭാഗമല്ലാത്ത ആരെയും വേദിയുടെ പരിസരത്ത് പോലും അനുവദിക്കില്ലെന്ന് പോലീസിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. തൃശൂർ ജില്ലയിലെ സ്വന്തമായി ഭൂമിയില്ലാത്ത അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്തുവാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ജില്ലയിലെ 3016 അങ്കണവാടികളിൽ 326 അങ്കണവാടികൾക്ക് സ്വന്തമായി ഭൂമിയില്ല. സ്വന്തമായി കെട്ടിടമില്ലാത്ത അങ്കണവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടികയുണ്ടാക്കാൻ സംയോജിത ശിശുവികസന പദ്ധതി ജില്ലാ ഓഫീസർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ LSDD ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ AP സുബൈദ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. വരവൂർ വ്യവസായ പാർക്കിൽ പറമ്പിൽ തീപിടുത്തം. കേന്ദ്രത്തിലെ തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് തീയണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കഴിയാത്തതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 50 സെന്റോളം പറമ്പിലെ ഉണങ്ങി നിന്നിരുന്ന പുല്ലിനാണ് തീപിടിച്ചത്. അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് റോഡിനെ അന്തിക്കാട് കോൾ പാടശേഖരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കൾവർട്ട് തകർന്ന അപകടാവസ്ഥയിലായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കൾവർട്ടിന്റെ മധ്യഭാഗത്ത് നിന്ന് ഇരുമ്പും കോൺക്രീറ്റും ദ്രവിച്ച് അടർന്നു വീണതോടെ കൾവർട്ട് താഴേക്കിടിയുകയായിരുന്നു. കൾവർട്ട് അപകടസ്ഥിതിയിലായതോടെ കൊയ്തെടുക്കുന്ന നെല്ല് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ ദൂരം ചുറ്റിപ്പോകേണ്ട സ്ഥിതിയാണ്. പാലത്തിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? പാലം നടുവൊടിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ഒരു വരുമാനമുള്ള ഒരു ഇതാണ് കൃഷിപ്പണി. അതിൻ്റെ നെല്ലൊക്കെ ഇതിലാണ് ലോഡ് പോണതും എല്ലാതും. അത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം. ഇത് നമ്മുടെ പാലം കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇങ്ങനെ ആയതുള്ളതാണ്, നടുവൊടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അടുത്തത് കോളിലേക്ക് ഇത് ലോഡ് വണ്ടികൾ വരേണ്ട ടൈമാണ്. ഇപ്പോൾ ഇതേപോലെ പാലം കിടന്നു കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഇതിൽ വരില്ല. വണ്ടികളൊക്കെ വളഞ്ഞു വരണം, അല്ലെങ്കിൽ ഇതിൽ ലോഡ് പുള്ളിയോടെ പോകണം. അപ്പോൾ നമുക്ക് വെച്ചാൽ പുള്ളിയോടൊക്കെ പോകുമ്പോൾ വെച്ചാൽ വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട്, പണ്ടും കൂടെ പോകാൻ ഒക്കെയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിയമം തൊട്ടാന്ന് അറിയില്ല. നമുക്ക് ആൾക്കാർ അധികൃതരോടൊന്ന് നമുക്ക് എത്തിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കാം. അതേസമയം പാടശേഖരങ്ങളിൽ അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തികളുടെ കൂട്ടത്തിൽ കൾവർട്ടിന്റെ പുനർനിർമ്മാണത്തിന് 62 ലക്ഷം രൂപ ചെലവിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ടെന്നും അനുമതി ലഭിച്ചാൽ ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്നും KLDC അധികൃതർ അറിയിച്ചു.
ഷുഹൈബ് എടയന്നൂരിന്റെ രക്തസാക്ഷി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. പൂച്ചട്ടിയിൽ നടന്ന ചടങ്ങ് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജിത്ത് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡിജിൻ വിൽസൺ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ജിതിൻ ജോയ്, കോൺഗ്രസ് നേതാക്കളായ ML ബേബി, ES അനിരുദ്ധൻ, KT ബാബു, റോണി കുര്യൻ, ജിജോ ചാക്കപ്പൻ, റാഫേൽ മേലടത്ത് എന്നിവർ സംസാരിച്ചു. തിരുവല്ലാമല പഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നടത്തിയ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൊതുമരാമത്ത് വിഭാഗം ചെയർപേഴ്സൺ ദീപ S. നായർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട 740 വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഭവന പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ഈ വർഷത്തെ പദ്ധതിയിൽ അനുവദിക്കുമെന്ന് സെമിനാറിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് M. ഉദയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. രാമചന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിത സുകുമാരൻ, KP ഉമാശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ പഞ്ചായത്തിന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ശോചനീയാവസ്ഥയിലും കാലപ്പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി പ്രദേശത്തെ വരൾച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും BJP പ്രവർത്തകർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. BJP പുതുക്കാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ശാന്തിനഗറിൽ നടത്തിയ ധർണ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, അഡ്വക്കേറ്റ് PG ജയൻ, BB രാജേഷ്, ബേബി കീടായി, ഡേവിസ് ചിറയത്ത്, ജോയ് മഞ്ഞളി, ബിജു തച്ചംകുളം, രശ്മി ശ്രീഷോഭ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമല ആക്കപ്പറമ്പിൽ നിന്ന് ഭക്തജനങ്ങൾ കാൽനടയായി പഴനിയിലേക്ക് യാത്ര ആരംഭിച്ചു. 5-ാം ദിവസം പഴനിയിൽ എത്തിച്ചേരും. 300 പേരടങ്ങുന്ന സംഘമാണ് യാത്രയിലുള്ളത്. പഴഞ്ഞി പെരുന്തുരുത്തി റോഡിന്റെ റീടാറിംഗ് പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് റീടാറിംഗ് നടത്തുന്നത്. വൺ വേ ജംഗ്ഷൻ മുതൽ പെരുന്തുരുത്തി പുളിക്കക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡാണ് റീടാറിംഗ് നടത്തുന്നത്. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി പൊളിച്ച റോഡിന്റെ വശം നന്നാക്കാത്തതുമൂലം യാത്രാ ദുരിതം രൂക്ഷമായിരുന്നു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, MM നിഷാദ്, സതീഷ് ഇടമന, ഫൈസൽ ചിറ്റണ്ട, രഞ്ജിത്ത് മുരിങ്ങത്തേരി, AU മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്വിദിന പരിശീലന ക്യാമ്പ് നടന്നു. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്ന് 30 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കില ഫാക്കൽറ്റി VS ഉണ്ണികൃഷ്ണൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ PM അബു, ഷാലി ചന്ദ്രശേഖരൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, സലീജ ഷമീർ, സരസ്വതി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംസ്ഥാനതല ബാഡ്മിന്റൺ മത്സരം മണത്തല കണ്ണാട്ട് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്നു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് സെക്രട്ടറി KK രാമദാസ്, ചാവക്കാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, തദ്ദേശികം ബാഡ്മിന്റൺ മത്സര ജോയിന്റ് കൺവീനർ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു.
ഗീതാ സത്സംഗ സമിതിയുടെ 11ാമത് ഗീതായജ്ഞത്തിന്റെ ഭാഗമായ ഗീതാമൃതം 15-ാം തീയതി ഗുരുവായൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 7 മണിക്ക് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിക്കും. തൃപ്പൂണിത്തുറ രാമസ്വാമിയാണ് ആചാര്യൻ. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, ടി.എസ്. രാധാകൃഷ്ണൻ, നാരായണസ്വാമി, ബദ്രിനാഥ്, മുൻ റാവൽജി, ഈശ്വരപ്രസാദ് എന്നിവർ പ്രഭാഷണം നടത്തും. കണ്ണൻ സ്വാമി, ആർ. നാരായണൻ, മോഹൻദാസ് ചേലനാട്ട്, ശ്രീകുമാർ പി. നായർ, ഡോക്ടർ സന്തോഷ് കൊല്ലങ്കോട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി അന്നനാട് വേലുപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നൽകി വരുന്ന ശ്രീ ബാലശാസ്ത്ര പുരസ്കാരം പാമ്പുപിടുത്ത വിദഗ്ധൻ വാവ സുരേഷ് നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കുടുങ്ങാപ്പുഴ ശ്രീ മഹാദേവ സന്നിധിയിൽ ആഘോഷങ്ങൾക്ക് തിരിതെളിയും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ റവന്യൂ വകുപ്പ് മന്ത്രി കെ. രാജൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ആനയൂട്ട്, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഴ്ചശിവേലി, 3:30 മേളം തുടങ്ങിയവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഐ.കെ. ഗോവിന്ദ്, പ്രദീപ് കുമാർ പുഞ്ചപ്പറമ്പിൽ, കെ.വി. രാജേഷ്, വിശ്വനാഥൻ കടമ്പാട്ട്, കെ. കൃഷ്ണകുമാർ, പി.എസ്. ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് രക്തസാക്ഷി ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മണാത്ത് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മുനിസിപ്പൽ കൌൺസിലർ ഒ.എസ്. അവിനാഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീറാം ജയബാലൻ, നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി, ഡേവിസ് ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ മേൽതൃക്കോവ് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ സ്റ്റോക്കുപുര പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തയ്യൂർ ശ്രീ ലോകരത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രാന്തി വേല മഹോത്സവം ആഘോഷിച്ചു. തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടി കുതിര എഴുന്നള്ളിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നും കുതിരവേലകൾ എത്തിയതോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തയ്യൂർ, കടമാന്തോട്, കരിയന്നൂർ, ചെങ്ങാഴിവാലി, തയ്യൂർ മേലേപുരയ്ക്കൽ തറവാടുകൾ പങ്കാളികളായ കീഴേക്കാവ് വേല കാവേറിയതിനു ശേഷം തോറ്റം ചൊല്ലി പിരിയുന്നതോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. ഉപഭോക്തൃ വിധി പ്രകാരം നഷ്ടം നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. പൂപ്പത്തി സ്വദേശി എളംതോളി വീട്ടിൽ ഇ.ടി. മാർട്ടിൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ BSNL ജനറൽ മാനേജർക്കെതിരെ വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് A.D. ബെന്നി കോടതിയിൽ ഹാജരായി. ആളൂർ വിശ്വനാഥപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി V.P. ഉദയൻ കൊടിയേറ്റം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് ഷാബു പാടത്തി, സെക്രട്ടറി പ്രതാപൻ കോതകുളങ്ങര, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർമാരായ സുമിത് കല്ലിങ്ങപ്പുറം, ദിലീപ് പൈക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-ാം തീയതിയാണ് ഉത്സവം. സംസ്ഥാന ബജറ്റിനെതിരെ NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജു, ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് PA ദീപു, സംസ്ഥാന കൌൺസിൽ അംഗം രഘുനാഥ്, MM സുധീർ, TC രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ, ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് ചൈത്രം യുവജന സമിതി, സെൻട്രൽ എന്നീ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഗജവീരന്മാരും പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. മേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു.
ഗുരുവായൂർ ദേവസ്വം കീഴടമായ മമ്മിയൂർ നാരായണം കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അടച്ചൂട്ട് നിവേദ്യം നടത്തി. ക്ഷേത്രം ശാന്തി അരീക്കര ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നി ദേവസ്വം ഇൻസ്പെക്ടർ എം ഹരിദാസ് പണ്ടാരടുപ്പിലേക്ക് പകർന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് OK നാരായണൻ നായർ, സെക്രട്ടറി EU രാജഗോപാൽ, കോമത്ത് നാരായണൻ പണിക്കർ, ശൈലേഷ് എരിഞ്ഞിയിൽ, ശശി അകമ്പടി, മധു കാവിൽ, MV സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി ദർശന കൾച്ചറൽ ഫോറത്തിന്റെ 3ാമത് സംഗീത ശ്രേഷ്ഠ അവാർഡ് സമർപ്പണവും കലാസന്ധ്യയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെന്റ് ജോൺ ബോസ്കോ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കലാസന്ധ്യ പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ദർശന സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ ആന്റോ പയ്യപ്പള്ളി, ടോണി തോമസ്, സെബി മഞ്ഞളി, ബാസ്റ്റിൻ പയ്യപ്പള്ളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാകുളങ്ങര ക്ഷേത്രോത്സവം ആഘോഷിച്ചു. പഞ്ചവാദ്യത്തിന്റെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തെയ്യം, കാളി, കരിങ്കാളി തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്രാങ്കണത്തിലെത്തി. നടതുറപ്പ് മഹോത്സവം 19-ാം തീയതി നടക്കും. ഭാരവാഹികളായ മനോജ് മേത്തനാത്ത്, പ്രദീപ് കരുമത്തിൽ, KV രാമകൃഷ്ണൻ, സദാനന്ദൻ താമരശ്ശേരി, സന്തോഷ് താണിയിൽ, PG സൂര്യനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാരിയെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം KPCC അംഗം CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, DCC അംഗം ഇർഷാദ് K ചേറ്റുവ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണ, KV സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷനായി. കവയത്രി വിജയരാജ മല്ലിക, പ്രധാനാധ്യാപിക ബീന K മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സെൽജി ഷാജു, KS കിരൺ, SMC ചെയർമാൻ ഷിമി ഗോപി, MPTA പ്രസിഡന്റ് KR ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ചിന്ത്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, ക്ഷേത്ര മേൽശാന്തി പ്രണവ് എന്നിവർ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജരത്നം കിരൺ നാരായണൻകുട്ടി ശ്രീകുമാരമംഗലേശ്വരുടെ തിടമ്പേറ്റി. കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി പെരുവനം സതീശന്മാരാർ, തൃപ്രയാർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടിയായി. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ്, തണ്ടയാമ്പറമ്പിൽ സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി തുടങ്ങിയവർ നേതൃത്വം നൽകി.
തിരുവല്ലാമല പഞ്ചായത്തിലെ വികസന സെമിനാറിൽ പ്രതിഷേധ സമരവുമായി CPM. തീണ്ടാപ്പാറയിലുണ്ടായിരുന്ന 5000 ലിറ്റർ വാട്ടർ ടാങ്ക് എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് സമരം. പഞ്ചായത്ത് മെമ്പറായ ഉമാശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രശ്നം പരിഹരിക്കാമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് വികസന സെമിനാറിൽ നിന്നും CPM അംഗങ്ങൾ ഇറങ്ങിപ്പോയി. 28 പട്ടികജാതി കുടുംബങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഇതിന്റെ പ്രതിഷേധമായിട്ട് വികസന സെമിനാറിനിടയിൽ CPM നടത്തിയ പ്രതിഷേധ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ പറഞ്ഞു. തീണ്ടാപ്പാറയിലെ വാട്ടർ ടാങ്ക് പഞ്ചായത്ത് നേരിട്ട് സ്ഥാപിച്ചതല്ലെന്നും ടാങ്ക് എടുത്തുകൊണ്ടുപോയത് കരാറുകാരനാണെന്നും ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് യാതൊരു ബന്ധമില്ലെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ജനക്ഷേമം മുൻനിർത്തി മാർച്ച് മാസത്തിനുള്ളിൽ ഫണ്ട് വിനിയോഗിച്ച് നടപടി സ്വീകരിക്കണമെന്നും M. ഉദയൻ പറഞ്ഞു. ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതിക്ക് ഉള്ള പദ്ധതി 8ാം വാർഡിൽ നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് കരാറുകാരൻ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് ആ ടാങ്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത്. അത് സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7900 രൂപ, പവന് 63200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3460 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പെരാമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. കൊടകര പെരിങ്ങാക്കുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവൻ സ്വർണ്ണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിന് സമീപ തലപ്പുഴയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി രാമനാഥനാണ് മരിച്ചത്. അപകടം ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം കുളിക്കാനിറങ്ങിയപ്പോൾ. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ വാടാമുറി വനത്തിൽ കണ്ടെത്തി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടിവെച്ച് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റിയേക്കും. മാമാങ്കത്തിനൊരുങ്ങി മച്ചാട്. കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 18-ാം തീയതിയാണ് മച്ചാട് മാമാങ്കം. കുറ്റിയങ്കാവ് ക്ഷേത്രത്തിലെ വേലമഹോത്സവം ആവേശമായി. കൊടുങ്ങല്ലൂരിൽ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. സർവീസ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.